നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ചരളമെന്നും സരളമെന്നും അറിയപ്പെടുന്ന ഒരു സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പൈൻസി കുടുംബത്തിൽപ്പെട്ട ഒരു മരമാണ് ചരളം. പ്രസിദ്ധമായ പ്രകൃതിദത്ത ടർപ്പൻറ്റൈൻ എടുക്കുന്നത് ഈ മരത്തിൽ നിന്നാണ്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ശാസ്ത്രീയ നാമം പൈനസ് റോക്സ്ബർഗി എന്നാണ്. മലയാളത്തിൽ ഇതിനെ ചരളം എന്നും സരളമരം എന്നും അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ലോങ് ലീവ്ഡ് പൈൻ, ചിർപൈൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ സുരഭിദാരു എന്നും മദന എന്നും ക്ഷീരാഹ്വ എന്നും അറിയപ്പെടാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ ചീട എന്നും ചിർ എന്നും അറിയപ്പെടുന്നുണ്ട്. തെലുങ്ക് ഭാഷയിൽ ഇതിനെ ദേവദ്രു, ചെട്ടു എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. തമിഴിൽ ഇതിനെ സരള എന്നും ദേവദ്രു എന്നും അറിയപ്പെടാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. തണുപ്പുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ചരളം. കാശ്മീരിലെ സൂചിയില കാടുകളിൽ സ്വാഭാവികമായി വളരുന്ന ഒരു ഔഷധ സസ്യമാണിത്. 300 മുതൽ 1800 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ചരളം കൃഷി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങൾ, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ്റെ വടക്ക് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. മറ്റ് പൈനുകളെ അപേക്ഷിച്ച് ഉയരം കുറവുള്ള സ്ഥലങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ രൂപവിവരണം നോക്കാം. 30 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ചരളം. പൊതുവെ ഇതിൻ്റെ തടിക്ക് വളവുകൾ ഉണ്ടാകാറില്ല. ചരളം കാഴ്ചയിൽ ഒരു ഗോപുരം പോലെ കാണപ്പെടുന്നു. കാരണം താഴെയുള്ള ശാഖകൾ മുകളിലുള്ളവയെ അപേക്ഷിച്ച് വലുതായിരിക്കും. നിവർന്നു വളരുന്ന ഇതിൻ്റെ തൊലിക്ക് ചാരനിറമാണുള്ളത്. മരത്തൊലിക്ക് 3 സെൻറ്റിമീറ്ററോളം കനമുണ്ടായിരിക്കും. തൊലിയിൽ വിള്ളൽ പാടുകൾ ഉണ്ടാകാറുണ്ട്. വിള്ളൽ പാടുകളുടെ ഉള്ളിൽ ചുവപ്പ് നിറമാണുള്ളത്. മറ്റുള്ള ചെടികളെ ഇലകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിലെ ഇലകൾ നീണ്ട് ഉരുണ്ട് സൂചി പോലെ കുറുത്തിരിക്കും. ഇവയ്ക്ക് 18 തുടങ്ങി 30 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. വംശവർദ്ധനവ് കോൺ എന്നറിയപ്പെടുന്ന ആ സാധനത്തിലൂടെയാണ്. ആൺകോണുകളും പെൺകോണുകളും ഒരേ മരത്തിൽ തന്നെ വെവ്വേറെ കാണപ്പെടുന്നുണ്ട്. പരാഗരേണുക്കളെ സ്വതന്ത്രമാക്കിയ ശേഷം ആൺകോണുകൾ ചുളുങ്ങി പോകും. വിത്ത് പാകമാകുന്നതോടുകൂടി പെൺകോണുകൾ ഉണങ്ങി പൊട്ടി വിത്തുകളെ സ്വതന്ത്രമാക്കും. വിത്ത് ശൽക്കങ്ങൾ പോലെ ഇരിക്കും. ഇവ ചിറകുള്ളതും 1 സെൻറ്റിമീറ്റർ നീളമുള്ളതുമാണ്. ഉൽപ്പന്നങ്ങളെ നോക്കാം. മരം ടാപ്പ് ചെയ്ത കറ സ്വേദനം ചെയ്ത് ടർപ്പൻറ്റൈൻ ഉണ്ടാക്കാറുണ്ട്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. ചരളം ഔഷധത്തിന് ഉപയോഗിക്കുന്ന സസ്യമാണ്. മാത്രമല്ല തടിയുടെ ആവശ്യങ്ങൾക്കും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചരളത്തിൻ്റെ തടി വളരെ ഉറപ്പുള്ളതാണ്. ഇത് ഫർണിച്ചർ നിർമ്മാണത്തിന് വളരെ നല്ലതാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ചരളം ധാരാളമായി ഫർണിച്ചർ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ചരളം അവിടെ വില കുറഞ്ഞ മരമാണ്. ചരളം ചില സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പാർക്കുകളിലൊക്കെ അലങ്കാരത്തിനായിട്ട് നട്ടുപിടിപ്പിക്കാറുണ്ട്. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ചരളമരത്തിന് സരളമരം എന്നും പറയാറുണ്ട്. മരത്തെക്കുറിച്ച് ബൈബിളിൽ വളരെയധികം പരാമർശങ്ങളുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. കാണ്ഡത്തിൽ നിന്നും ലഭിക്കുന്ന കറയിൽ നിന്നുമാണ് ടർപ്പൻറ്റൈൻ എടുക്കുന്നത്. അവശേഷിക്കുന്ന വസ്തുവിൽ റോസിൻ അടങ്ങിയിട്ടുണ്ട്. കറയിൽ ഐസോപ്പിമാർക്കിക് അമ്ലം, അതുപോലെ തന്നെ ലോഗിപിനിൻ, ലോഗിസൈക്ലിൻ എന്നിവയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ചരളത്തിൻ്റെ കാതലും എണ്ണയും കറയും ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ചരളം നീരിനെയും വേദനയെയും വ്രണത്തെയും രക്തവാർച്ചയെയും ശമിപ്പിക്കുന്നതാണ്. ടിബറ്റൻ ചികിത്സകളിൽ ചരളം ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. രാക്ഷാദി തൈലം, രാസ്നാദി കഷായം, ബലാഗുളുല്യാദി തൈലം, ബലദാത്ര്യാദി തൈലം, മഹാസുഗന്ധി തൈലം, ലക്ഷ്മി വിലാസ തൈലം, മഹാരാജ പ്രസാരണി തൈലം, ബലതൈലം എന്നിവയിലെല്ലാം ചരളം ചേരുന്നുണ്ട്. ചരളത്തിൻ്റെ കറയിൽ നിന്നെടുക്കുന്ന ടർപ്പൻറ്റൈൻ അണുനാശകവും മൂത്രളവും കൃമിനാശകവുമാണ്. മൂത്രളമായതിനാൽ വൃക്ക മൂത്രാശയ രോഗങ്ങളിൽ ടർപ്പൻറ്റൈൻ ഉപയോഗിക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ചരളത്തിൻ്റെ കായ വെന്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ
അപവാഹകം 3 ദിവസം കൊണ്ട് ശമിക്കുന്നതാണ്. നട്ടെല്ലിലെ ഡിസ്ക് കൈയിലേക്കുള്ള ഞരമ്പിനെ ഞെരുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും കൈ അനക്കാൻ പറ്റാത്തതുമായ അവസ്ഥയാണ് അപവാഹകം എന്ന് വിളിക്കുന്നത്. 2, ചർളത്തിൻ്റെ തടി കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ചുട്ടുനീറ്റലിനും ചുമയ്ക്കും ശരീരക്ഷീണത്തിനുമൊക്കെ വളരെ നല്ലതാണ്. 3, ചർളത്തിൻ്റെ പശയും കറുത്ത വട്ടും കൂടി വെണ്ണയിൽ അരച്ച് നീരുള്ളിടത്ത് പുറമേ പുരട്ടിയാൽ നീര് പെട്ടെന്ന് വലിഞ്ഞു പോകുന്നതാണ്. 4, പ്രായാധിക്യം കൊണ്ട് അവശരായി കട്ടിൽ വ്രണമൊക്കെ വന്ന് ബെഡ്സോറൊക്കെ വന്ന് കിടക്കുന്ന രോഗികൾക്ക് ചർളത്തിൻ്റെ പൂവും ജടാമാഞ്ചിയും കൂടി പുകച്ച പുക ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വലിയ ആശ്വാസം ലഭിക്കും. 5, ചരള ഇലയുടെ സ്വരസമെടുത്ത് അതിൽ 50 നാടൻ കോഴിമുട്ട ഇട്ട് വെയിലത്ത് വയ്ക്കുക. ഈ സ്വരസം കോഴിമുട്ട, ഈ 50 കോഴിമുട്ട മുങ്ങിക്കിടക്കുന്ന അത്രയും സ്വരസം വേണം. ഇത് വെയിലിൽ വയ്ക്കുക. അത് മെഴുക് പോലെ ആയി മാറും പല ദിവസങ്ങൾ വെച്ച് കഴിയുമ്പോൾ. അത് നന്നായി അരച്ച് നല്ല സ്ഫടിക കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇതിൽ നിന്നും ഒരു കുരുമുളകിൻ്റെ അളവ് രാവിലെയും വൈകിട്ടും ഒരു മണ്ഡലക്കാലം, ഒരു മണ്ഡലം എന്ന് വെച്ചാൽ 41 ദിവസം സേവിച്ച് കഴിഞ്ഞാൽ ജരാനരകൾ മാറി 100 വർഷം ജീവിക്കുമെന്നാണ് പൗരാണിക ഭിഷഗ്വരന്മാർ പറയുക. ശരീരം വജ്രതുല്യമാകും, ഗന്ധർവനൊത്ത അഴകുണ്ടാകും, സിംഹതുല്യ ബലമുണ്ടാകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 6, ചരളം, ദേവതാരം, കൊട്ടം എന്നിവ എള്ളെണ്ണയിൽ മുക്കി കത്തിച്ച് കിട്ടുന്ന ആ തൈലത്തിൽ നിന്ന്, പന്തതൈലം എന്ന് പറയും, അതിൽ നിന്ന് വീഴുന്ന തൈലമെടുത്ത് അതിൽ 1-2 തുള്ളിയെടുത്ത് ചെവിയിലിറ്റിച്ച് കഴിഞ്ഞാൽ ചെവി വേദനയും പഴുപ്പും ശമിക്കുന്നതാണ്. 7, ചരളം കൊണ്ടുള്ള കഷായം കവിൾ കൊള്ളുകയും അത് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വായിലെ വ്രണങ്ങൾ ശമിക്കുന്നതാണ്. 8, ചരളത്തിൻ്റെ തൈലം ശ്വാസകോശ രോഗങ്ങളിൽ നെഞ്ചിൻ്റെ പുറത്ത് പുരട്ടുന്നത്, അത് പുരട്ടി മൃദുവായി തടവുന്നത് ആശ്വാസം നൽകുന്നതാണ്. 9, ചരളത്തിൻ്റെ പൊടി, ഊത്, കള്ളിച്ചെടി, ചുക്ക് ഇവ സമ അളവിൽ പൊടിച്ച് 2 തുടങ്ങി 4 ഗ്രാം വരെ ഗോമൂത്രത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ചുമയും കഫക്കെട്ടും ശമിക്കുന്നതാണ്. 10, ചർളത്തിൻ്റെ ടർപ്പൻറ്റൈനിൽ അല്പം കർപ്പൂരം ലയിപ്പിച്ച് വേദനയുള്ള സന്ധികളിൽ പുരട്ടിയാൽ നീരും വേദനയും ശമിക്കുന്നതാണ്. 11, ചർളത്തിൻ്റെ ടർപ്പൻറ്റൈനിൽ അല്പം കർപ്പൂരം ലയിപ്പിച്ച് ചൂടുവെള്ളത്തിലൊഴിച്ച് ആവി കൊള്ളുന്നത് ശ്വാസകോശത്തിലെ നീർക്കെട്ട് ശമിപ്പിക്കുന്നതാണ്. 12, പഴകിയ വ്രണങ്ങളിൽ പുരട്ടുന്ന എണ്ണയോടൊപ്പം ചരള ടർപ്പൻറ്റൈൻ ചേർത്ത് പുരട്ടുന്നത് വേഗത്തിൽ മുറിവുണങ്ങാനും ദുർഗന്ധമകറ്റാനും അണുക്കളെ നശിപ്പിക്കാനും നല്ലതാണ്. 13, ഏതു തരത്തിലുള്ള രക്തസ്രാവം നിർത്താനും കൊടുക്കുന്ന മരുന്നുകളിൽ ടർപ്പൻറ്റൈൻ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായി രോഗത്തെ മാറ്റുന്നതാണ്. 14, ഊരുസ്തംഭനം എന്ന് പറയുന്നത് തുടകൾ സ്തംഭിച്ച് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പാതിരിവേര്, കരിങ്ങാലി, വേപ്പിൻ തോല്, ചെറുവഴുതന വേര്, വൻവഴുതന വേര്, ചരളം, വേങ്ങാക്കാതിൽ, മുരിങ്ങ വേര്, തർക്കാരി വഴുതന വേര്, ഞെരിഞ്ഞിൽ, വെളുത്ത തുളസിയില, കറുത്ത തുളസിയില, മുഞ്ഞവേര്, ഉങ്ങിൻ വേര് ഇവ സമം കഷായം വെച്ച് ഊരുസ്തംഭത്തിൽ ധാര ചെയ്യണം. അല്ലെങ്കിൽ ഗോമൂത്രത്തിൽ അരച്ച് ലേപനം ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ തുടകൾ സ്തംഭിക്കുന്ന ഊരുസ്തംഭം എന്ന അസുഖം മാറുന്നതാണ്. 15, കുറുന്തോട്ടി വേര്, അമൃത്, ദേവതാരം ഇവ കഷായം വെച്ച് ജടാമാഞ്ചി, കൊട്ടം, ചന്ദനം, കുന്തിരിക്കം, തകരം, അമുക്കുരം, ചരളം, അരത്ത ഇവ കൽക്കമായി കാച്ചിയ എണ്ണ ചുടിച്ചിലും ചുളുചുളുപ്പും വീക്കവും കൂടിയ രക്തവാതത്തെ ശമിപ്പിക്കുന്നതാണ്. 16, കരികുറിഞ്ഞി സമൂലമെടുക്കുക. കുറുന്തോട്ടിയുടെ വേര്, ചിറ്റമൃത് അത് മുരി നീക്കി വേണം എടുക്കാനായിട്ട്. തേക്കട വേര് ഇവ 60 ഗ്രാം വീതവും ദേവതാരം 30 ഗ്രാമും ജടാമാഞ്ചി, തകരം, ചരളം, ചുവന്നരത്ത, മഞ്ചട്ടി, കച്ചൂരിക്കിഴങ്ങ്, മൈസൂർ ചന്ദനം, അമുക്കുരം
ശീമക്കൊട്ടം, മണിക്കുന്തിരിക്കം ഇവ 21 ഗ്രാം വീതവും പൊടിച്ച് അത് ശീലപ്പൊടിയാക്കുക. ശീലപ്പൊടി എന്ന് വെച്ചാൽ തുണിയിൽ കുടഞ്ഞെടുക്കാവുന്ന അത്രയും നൈസ് പൊടിയാക്കുക. ശീലപ്പൊടിയാക്കി 3.840 ഗ്രാം നല്ലെണ്ണയും കിലോഗ്രാം എണ്ണയും ചേർത്ത് കാച്ചി പാത്രഭാഗം അരിക്കുക. ഏതു തരം വാതരോഗമായാലും ഇത് പുരട്ടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വേദന, കഴപ്പ്, തരിപ്പ്, ചുട്ടുനീറ്റൽ തുടങ്ങിയ അനുഭവങ്ങളുള്ള വാദങ്ങൾക്ക് വളരെ ഫലപ്രദമായിരിക്കും. 17 ചിറ്റരത്ത, ഇത്തിൽക്കണ്ണി, ദേവതാരം, ചരളം, ഏലാവാലുകം ഇവ കഷായം വെച്ച് ആറിക്കഴിഞ്ഞാൽ പഞ്ചസാരയും തേനും മേമ്പൊടി ചേർത്ത് സേവിക്കുക. വാതജ്വരം ശമിക്കുന്നതാണ്. 18 ചരളം, അകില്, വെള്ളക്കൊട്ടം, ദേവതാരം, ചുക്ക് ഇവ പൊടിച്ച് ഗോമൂത്രവും കാടിയും ചേർത്ത് അതിൽ സേവിക്കുക. നീര്, കഫവാതം ഇവ ശമിക്കുന്നതാണ്. 19 ശതകുപ്പ, കൊട്ടം, രാമച്ചം, കാകോളി, ക്ഷീരകാകോളി, ഇരട്ടിമധുരം, കരിമ്പിൻ വേര്, ചരളം, തിപ്പലി, ദേവതാരം ഇവ സമം കൽക്കം ചേർത്ത് നെയ്യിൽ 8 ഇരട്ടി പാലും ചേർത്ത് കാച്ചി അരിച്ച് കണ്ണിൽ നിർത്തുക. തിമിരം ശമിക്കുന്നതാണ്. പാർശ്വഫലങ്ങളെ നോക്കാം. ചരള ടർപ്പൻ്റെയിൻ കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുകയോ അകത്തുപയോഗിക്കുകയോ ഏറെ നാൾ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നാഡീ ദൗർബല്യം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രമാതീതമായ ടർപ്പൻ്റെയിൻ ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അറിവിന് വേണ്ടിയിട്ടാണ് ഔഷധ പ്രയോഗങ്ങളൊക്കെ പറയുന്നത്. ഈ വീഡിയോ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.